എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മ ഒരു ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ച് നമ്മളെ പേരിന്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ചു. എന്നാലും കുറെ പണി ബാക്കിയുണ്ട്. കർട്ടനും കാര്യമൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ കുറച്ച് പണി ബാക്കിയുണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മളെ മുറ്റം വരുന്നത് ഇതാണ്. ഇവിടെ വരാന്തയാണ്. നമ്മ ചില സിറ്റൗട്ട് എന്നാലും പറയും, നമ്മ വരാന്തെന്ന് പറയും. ആടുന്ന് നേരെ പോകുമ്പോ എന്താ പറയല്ലേ, കൊട്ടിലപ്പുറാണിത്. ഇവിടെ ഒരു കാര്യമായിട്ടൊന്നുമില്ല, ഒരു സോഫ സെറ്റ് ഉമ്മാടെ നിസ്കരിക്കാന്ന്. സോഫ സെറ്റ് ഇവിടെ കർട്ടനെല്ലാം സെറ്റാക്കാനുണ്ട്. കൊട്ടിലപ്പുറത്ത് നേരെ വരുന്നത് എൻ്റെ റൂമിലേക്കാണ്. ഇതാണ് കേട്ടോ എൻ്റെ റൂം വരുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കാണിക്കലുണ്ട്. റൂമിൽ വരുന്നത് ഒരു കബോർഡ് നമ്മൾ കപ്പാട്ട് എന്ന് പറയും. കപ്പാട്ട്, പിന്നെ തൊട്ടില്, പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിള്, പിന്നെ ബാസ്കറ്റ്. ഇതാണ് റൂമിൽ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ആദ്യം പിന്നെ നേരെ വരുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഇതാണ് കേട്ടോ നമ്മളെ ഡൈനിങ് ഹാള് വരുന്നത്. ഒരു ടേബിൾ ഉണ്ട്. ടേബിളിന് കസാല ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം വാങ്ങണം. പിന്നെ ഇത് കർട്ടന് ഇടണം. അത്ര ഒന്നും ഏകദേശം കുറച്ചും കൂടി ബാക്കിയുണ്ട് ഒരുങ്ങാന്. പിന്നെ ആടുന്ന് നേരെ വരുന്നത് സ്റ്റെപ്പാണ്. മീത്ത ഒന്നുമില്ല കേട്ടാ, മീത്ത ഒന്നുമില്ല. അപ്പൊ പിന്നെ അനിയന് ബാക്കിൽ തന്നെ ഉണ്ട്. ഓനത് ആ പെട്ടിക്കൊണ്ട് അത് കണ്ടിട്ട് ഓൻ ചിരിക്കാന്ന്. പിന്നെ ഇവിടെ ഒരു ബേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂമും വരുന്നുണ്ട്. ബാത്റൂം എങ്ങനെയാണെന്നറിയില്ല, ഒരു ബാത്റൂം വരുന്നുണ്ട്. പിന്നെ ആദ്യം നേരെ കിച്ചണാണ്. അപ്പം ഇതാണ് നമ്മളെ ഉള്ളിൽ വരുന്നത്. ഞാനിക്ക് ഹോം ടൂർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കിച്ചണിൽ പോയിരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. ഇതാണ് കേട്ടോ. ലൈറ്റില്ല, ലൈറ്റിലെന്തോ ആയിട്ടുണ്ടോന്നു. അല്ല, ലൈറ്റ് കത്തുന്നില്ല. എന്തോ ലൈറ്റിനെന്തോ സംഭവിച്ചിട്ടുണ്ട്. ലൈറ്റ് കത്തുന്നില്ല. ജനലെല്ലാം വെക്കണത്ര. ഇതാണ് കേട്ടോ നമ്മള് മറ്റൊരു ബെഡ്റൂം വരുന്നത്. ജനലെല്ലാം സെറ്റ് ആക്കണത്ര. ഞാൻ പറഞ്ഞില്ല, കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ടെന്ന്. അപ്പൊ ഞാൻ ആയത് വരെയുള്ളൊരു ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പം ഇവിടുന്ന് നേരെ വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ ഇത് നമ്മ അത്രയും ആഗ്രഹിച്ച് സ്വപ്നം കണ്ടെന്ന സംഭവമാണ് കിച്ചൺ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയും കണ്ടവർക്ക് അറിയാം. ഇത്ര നാളും കിച്ചൺ ഉണ്ടായിട്ടില്ല. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാം ആയി. കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഉമ്മ ആഗ്രഹിച്ച പോലെ. ഉമ്മക്ക് വൈറ്റ് വേണമെന്നാണ് ആഗ്രഹം ഉണ്ടായ കബോർഡ്. അതുപോലെ തന്നെ ചെയ്ത്. പിന്നെ കുറെ ആള് പറഞ്ഞ് ഈ ചുമലിന്റെ ടൈൽസ് മാച്ച് ആയിട്ടില്ല, ഈ വൈറ്റിന് മാച്ച് ആയിട്ടില്ലാന്ന്. പക്ഷെ ഉമ്മാക്ക് ഇഷ്ടമായി. അപ്പൊ ഉമ്മ എടുത്ത്. പിന്നെ വേറെ ആരും ഇഷ്ടം നോക്കിയിട്ടില്ല. പക്ഷെ എന്നാലും നല്ല ഉണ്ട്. നമുക്ക് ഇതന്നെ അൽഹംദുലില്ലാഹ് ഹയർ ഇത്രയും ആയല്ലേ, അതിൽ തന്നെ വളരെ വളരെ സന്തോഷം. ജനലിന്റെ ഒരു പണി മാത്രം ബാക്കിയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്തായിട്ട് ചെയ്യും. അപ്പൊ ഇതാണ് കിച്ചണ്. ഇവിടെ കുറച്ച് ഞാൻ കാണിച്ചത്, കുറച്ച് പാത്രം, ഗ്ലാസ്. ലൈറ്റിന്റെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. ലൈറ്റിന് വലിയ പവറില്ല. ഇവിടെ വെച്ചത് കുറച്ച് ഗ്ലാസ് കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ല. പിന്നെ ഇപ്പഴും അതുപോലെ തന്നെ ഗ്ലാസ്, ഫ്രൈഫാണ്, അങ്ങനത്തെ കുറച്ച് സാധനം. പിന്നെ ഇവിടെ പച്ചക്കറി സാധനം, അങ്ങനത്തെ കുറച്ച് സാധനം. പിന്നെ കരണ്ടടുപ്പ്. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ വെൽപ്പിലെല്ലാം എല്ലാ സാധനവും വെച്ച് എല്ലാം സെറ്റാക്കി. സ്പൂണ്, ഇതില് പ്ലേറ്റും കാര്യമെല്ലാം വെച്ച്. പിന്നെ അപ്പുറം പിന്നെ ചട്ടിയും പാത്രം അങ്ങനത്തെ എല്ലാമാണ്. ഇതില് പിന്നെ നമ്മളെ കുറച്ച് പയറ്, പരിപ്പ്, കടല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പറയാ സാധനം എല്ലാം വെച്ച്. പിന്നെ ഇവിടുന്ന് നേരെ വരുന്നത് സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമില് ഫ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് വേറൊന്നുമില്ല. ഫ്രിഡ്ജ്. പിന്നെ അവിടുന്ന് നേരെ എനിക്ക് ഹോം ടൂർ ചെയ്യാനൊന്നും അറിയില്ല. എനിക്ക് അറിയുന്ന പോലെ ചെയ്ത്. അവിടുന്ന് വരുന്നത് ഒരു ബാത്റൂമാണ്. ബാത്റൂമിൽ ഡോർ വെക്കണത്ര കൊടുത്തിട്ടുണ്ട്, ആയിട്ടില്ല പറഞ്ഞ്. ഇവിടെ ഒരു ബാത്റൂം. പിന്നെ അവിടുന്ന് നേരെ വരുന്നതാണ് വരാന്തയിൽ ഗിൽസ് എല്ലാം വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം ഇതാണ്. എന്താ പറയല്, ആളും കാര്യമെല്ലാം ഇങ്ങനെ വെച്ച് എല്ലാം സെറ്റാക്കി. ഇതാണ് നമ്മളെ പോരെ. പുറത്ത് പിന്നെ ഞാൻ കാണിക്കുന്നില്ല. പുറത്ത് പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പൂട്ടിയും ചെയ്ത്. ഇതാണ് നമ്മളെ വരാന്ത. പിന്നെ ആടുന്ന്
ഒക്കെയാണ് നമ്മളൊരു വിശേഷം എന്ന് പറയുന്നത് പേരിന്റെ. അപ്പോൾ ഹോം ടൂർ ചെയ്തത് ശരിയായിനോന്ന് എനിക്കറിയില്ല, ഞാൻ അറിയും പോലെ ചെയ്തതാണ്. അപ്പൊ എല്ലാരും നമ്മളെ കിച്ചൺ എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയണേ കമന്റിലൂടെ. എല്ലാവർക്കും ഇഷ്ടമായിനാ, നല്ല ഉണ്ടാ പാങ്ങുണ്ടാന്നെല്ലാം ഒന്ന് അറിയിക്കണം. നമുക്ക് മുന്നേ ഒരു പുര ഉണ്ടായിന്, വലിയൊരു പുര ഉണ്ടായിന്, നോർമൽ ഒരു പുര ഉണ്ടായിന്. അതെന്റെ ഉപ്പാക്ക് കുറച്ച് കടം കാരണം, കുവൈത്തിൽ കുറച്ച് കടം കാരണം നമുക്ക് വിൽക്കാനായതാണ്. ആടുന്ന് പിന്നെ നമ്മൾ വാടകപ്പുരയിൽ ഇരുന്ന് ആടുന്ന് ഇപ്പൊ അന്ന് നമുക്ക് ഒരു പുര കിട്ടിയിട്ട് ഇപ്പൊ 2 വർഷം ആകുന്നതേ ഇല്ലു. എന്താ പറയലേ, കൊറേ ക്ഷമിച്ചും സഹിച്ചും ഇവിടത്തേക്ക് എത്തി. അൽഹംദുലില്ലാ ഇപ്പൊ നല്ല എല്ലാം ആയി, എന്റെ ഉപ്പ എല്ലാം ഓക്കെ ആയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കിച്ചണിന് അഭിപ്രായം ഒന്ന് പറയണേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളൊരു പേരുടെ ഒരു വിശേഷം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, കുഞ്ഞ് വരുന്നുണ്ട്, ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ ബൈ ബൈ.